എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൊലപാതകത്തിൽ എത്തി എന്നുള്ളത് ഞെട്ടലോടുകൂടി തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. ലഹരി പ്രധാനപ്പെട്ട ഘടകമാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആലപ്പുഴ കരുവാറ്റയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ പിടിയിലായ കുട്ടികൾ ലഹരിക്ക് അടിമകളെന്ന് പോലീസ്. കുട്ടികൾ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിച്ചിരുന്നുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കുട്ടികൾക്ക് ലഹരി കൈമാറിയ കൊല്ലത്തെ പ്രാദേശിക സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. കുട്ടികളുടെ CDR വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് AV ജയശങ്കറാണ്. ജയശങ്കർ, അങ്ങനെ ഈ കുട്ടികൾക്ക് ലഹരി എത്തിച്ചു കൊടുത്ത സംഘങ്ങൾ ഉണ്ടെങ്കിൽ അടിമുടി പരിശോധന വേണം. ഓരോരുത്തരും പിടിയിലാവണം. അത്രയും വലിയൊരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. അതിന് പിന്നിൽ ഏതൊക്കെ ഘടകങ്ങളുണ്ട് എന്ന് പരിശോധിക്കുന്ന സമയമാണ്. ലഹരി അതിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ജയശങ്കർ, പ്രതികളിലേക്ക് എത്താൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? റോഷ്നി, ഈ കുട്ടികൾ, ഈ പ്രതികളായ കുറ്റവാളികൾ ലഹരിയുടെ വഴികളിൽ സഞ്ചരിച്ചു എന്നാണ് പ്രാഥമികമായി പോലീസ് സ്ഥിരീകരിക്കുന്നത്. കാരണം ഇവർ സ്ഥിരമായി ലഹരികൾ ഉപയോഗിച്ചിരുന്നു. ഈ കസ്റ്റഡിയിലുള്ള ആളുകളെ ഉൾപ്പെടെ അവരെ പരിശോധിച്ച ഘട്ടത്തിൽ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവമൊക്കെ നിരീക്ഷിച്ച ഘട്ടത്തിൽ തന്നെ പോലീസിന് കാര്യങ്ങൾ വ്യക്തമായിരുന്നു. കഞ്ചാവാണ് ഇവർ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നതെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ഈ സ്ഥിരമായി കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ചില ആളുകൾക്ക് അവർ ചില സ്വഭാവ സവിശേഷതകൾ ഇങ്ങനെ ആവർത്തിച്ച് കാണിക്കും. അതിന്റെ ലക്ഷണങ്ങൾ ഈ കസ്റ്റഡിയിലുള്ള പ്രതികൾക്ക് ഉണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ ആലപ്പുഴയിലെ പോലീസ് സംഘം അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവർക്ക് ഈ ലഹരി എത്തിയ വഴി സംബന്ധിച്ചൊരു അന്വേഷണം, ഒരു പരിശോധന അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സമാനമായി ഈ കേസന്വേഷണത്തിനൊപ്പം തന്നെ സമാനമായ രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും മുതിർന്ന ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ലഹരി റാക്കറ്റുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യമാണ് പോലീസ് നിലവിൽ പരിശോധിച്ചു വരുന്നത്. കുട്ടികളുടെ CDR ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് നിലവിൽ എടുത്ത് പരിശോധിക്കുകയാണ്. ആ CDRൽ ഓരോ നമ്പറുകളും നിർണായകമാണ്. കാരണം ഈ ലഹരി മാഫിയയുമായുള്ള ബന്ധമുള്ള ആളുകൾ അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പരവൂർ മേഖലയിലൊക്കെ തന്നെ ചത്തന്നൂർ സബ് ഡിവിഷൻ മേഖലയാണ് പരവൂർ എന്ന് പറയുന്നത്. ഒരു ഗുണ്ടാ വിളയാട്ടമുള്ള, അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾക്ക് സ്വാധീനമുള്ള കരുനാഗപ്പള്ളി അടുത്തുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏതെങ്കിലും സംഘമായി ഇവർക്ക് ബന്ധമുണ്ടോ, ഇത്തരം ഒരു കൊലപാതകം നടത്താൻ ആരെങ്കിലും ഉപദേശം നൽകിയിട്ടുണ്ടോ, ഈ ലഹരിയുടെ മറവിൽ ഉപദേശം നൽകിയിട്ടുണ്ടോ, അങ്ങനെ പല ആംഗിളിൽ പോലീസിന്റെ അന്വേഷണങ്ങൾ, പരിശോധനകളൊക്കെ തന്നെ പോകുന്നുണ്ട്. എന്തായാലും ഈ കുട്ടികൾ ലഹരി ഉപയോഗിച്ചു എന്ന കാര്യത്തിന് പോലീസിന് സംശയമില്ല. അവരുടെ അന്വേഷണങ്ങളെല്ലാം എത്തിച്ചെല്ലുന്നത് കുട്ടികൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതിലേക്ക് തന്നെയാണ്. ഇനി ആ ലഹരി എവിടെ നിന്ന് കിട്ടി, അതെങ്ങനെ കുട്ടികളുടെ കയ്യിലേക്ക് എത്തി, കൊടുത്തത് ആരൊക്കെയാണ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാസലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രത്യക്ഷമായ വിവരം പോലീസ് ലഭിച്ചില്ല. പക്ഷേ കഞ്ചാവിന്റെ കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. റോഷ്നി, ശരി, എന്തായാലും കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലൂടെ വിവരങ്ങൾ പുറത്തുവരട്ടെ. അന്വേഷണം തുടരുകയാണ്.